ന്യൂസ് ഡീകോഡ് തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. 27 ഏക്കർ സ്ഥലത്ത് പണി കഴിപ്പിച്ച അബുദാബിയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രമാണ്. ദുബൈ അബുദാബി ഹൈവേയിലെ അബു മുറൈഖയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അബുദാബി സർക്കാർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2019 നിർമ്മാണം ആരംഭിച്ചു. ഒരുപാട് പ്രത്യേകതകൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെയുണ്ട്. പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, UAEയുടെ ചരിത്രവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിർമ്മിതിയിൽ. 7 എമിറേറ്റുകളെ പ്രതിദാനം ചെയ്യുന്ന 7 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. 108 അടി ഉയരമുണ്ട്, 262 അടി നീളമുണ്ട്, 180 അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത്. 1000 വർഷം കേടുപാടുകളില്ലാതെ നിലനിൽക്കുമെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ നിർമ്മാണത്തിൽ ഒരുപാട് പുതുമകൾ, ഒരുപാട് പ്രയത്നത്തിലൂടെ വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ MC നാസർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരും. ദുബൈ അബുദാബി ഹൈവേയിൽ തലയുയർത്തി നിൽക്കുകയാണ് ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. ഇന്ന് വൈകിട്ടാണ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം കൂടിയാണ് ഈ പുറകിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിപുലമായിട്ടുള്ള പരിപാടികളായിരുന്നു ഇന്ന് ഉദ്ഘാടന ഭാഗമായി അരങ്ങേറിയത്. UAEയുടെ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബാബ്സിൻ്റെ മുഖ്യ പുരോഹിതൻ മഹന്ത് മഹാരാജ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ഇത് ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം നേരം വേദോച്ചാരണങ്ങളുടെയും മറ്റും സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ് പൂർത്തീകരിക്കപ്പെട്ടത്. തുടർന്ന് വൈകിട്ട് ഉദ്ഘാടന ചടങ്ങ് നടന്നു. അത് കഴിഞ്ഞ് ആയിരങ്ങൾ, ഇന്ത്യയിൽ നിന്നും മറ്റുമുള്ള ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി സംസാരിക്കുകയും ചെയ്തു. കാരണം ലോകത്തിന് ഇത്രയും വലിയ ഒരു ആരാധനാലയം കൈമാറാനുള്ള ഉദാരത കാട്ടിയ UAE നേതൃത്വത്തോട് ലോകം പൂർണ്ണമായി തന്നെ, ഇന്ത്യ മാത്രമല്ല ലോകം ഒന്നാകെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് കൂടി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയും അതോടൊപ്പം തന്നെ അതിന്റെ നിർമ്മാണ വൈദഗ്ധ്യവും നടന്നിരിക്കുന്നത്. നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. പരിസ്ഥിതിക്ക് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടുള്ള ഒരു ക്ഷേത്ര നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. UAEയുടെ 7 എമിറേറ്റുകളെ പ്രതീകവൽക്കരിച്ചുകൊണ്ടുള്ള 7 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ വിവിധ മൂർത്തികൾ, പ്രധാനമായിട്ടും അയ്യപ്പൻ ഉൾപ്പെടെയുള്ള പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. 7ഓളം പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ലോകത്തെ എല്ലാ വിഭാഗീയതകൾക്ക് അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളാനും ഈ ക്ഷേത്രം സന്നദ്ധമാകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ വലിയ ഒരു ആധിക്യമായിരിക്കും വരും ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഈ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെ വിദഗ്ധരായ കരകൗശല വിദഗ്ധരൊക്കെ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 25,000-ലധികം കല്ലുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പിങ്ക് മണൽക്കല്ല്, ഒപ്പം തന്നെ മനോഹരമായ മാർബിൾ കൊത്തുപണികൾ ഈ കല്ലുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഒപ്പം പരമ്പരാഗത നാഗർ ശൈലിയിലുള്ള വാസ്തുവിദ്യ, അങ്ങനെ വാസ്തുവിദ്യയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രം കൂടിയാണ്. ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും അബുദാബിയിലുമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന് വേണ്ട പല സാധനങ്ങളും ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെയാണ് നിർമ്മിച്ച് അവിടേക്ക് കണ്ടെയ്നറുകളിലായി കൊണ്ടുപോയത്. അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലം കൂടിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ക്ഷേത്രം. അതാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്.